ശാന്തി 10/6/26 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും രണ്ടുപേരുടെയും മതം പ്രസിദ്ധമാണ്. നിങ്ങൾക്ക് രണ്ടുപേരുടെയും മതമനുസരിച്ച് നടന്ന് തൻ്റെ മംഗളം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം: നമ്പർ 1 ട്രസ്റ്റി ആരാണ്? എങ്ങനെ? ഉത്തരം: ശിവ് ബാബയാണ് നമ്പർ 1 ട്രസ്റ്റി. ബാബയ്ക്ക് തീർത്തും ആസക്തി ഇല്ല. ഭക്തിമാർഗത്തിലും നിങ്ങൾ ഈശ്വരാർത്ഥം എന്തെല്ലാം ദാനപുണ്യവും മറ്റും ചെയ്യുന്നു, അതെല്ലാം ഈശ്വരാകുന്നു. അതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ഇപ്പോഴും ആരാണോ ബാബയുടെ പേരിൽ, അതായത് ഈശ്വരാർത്ഥം തൻ്റെ സർവ്വതും ഇൻഷുർ ചെയ്യുന്നത്, അതിൻ്റെ പൂർണ്ണ റിട്ടേൺ ബാബ നൽകുന്നു. കാരണം ബാബ പറയുന്നു, ഞാൻ സ്വയം സുഖം അനുഭവിക്കുന്നില്ല, ഞാൻ നിങ്ങളുടേത് സ്വീകരിച്ച് എന്ത് ചെയ്യുവാനാണ്? ഗീതം പ്രതിജ്ഞ എടുത്തുകൊണ്ട് വാതിൽക്കൽ വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾ ഗീതം കേട്ടു. ആരാണോ ബാബയുടേതാകുന്നത് അവരെയാണ് ബാബയുടെ കുട്ടികൾ എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇതാണ് അന്തിമ മർജീവ ജന്മം. ജീവിച്ചിരിക്കെ ബാബയുടേതാകണം. ഇത് കുട്ടികൾ അറിയുന്നുണ്ട്. ശ്രീമദ് പാടപ്പെട്ടിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത. ഗീതയിൽ കൃഷ്ണന്റെ നാമം വെച്ചിരിക്കുന്നു, എന്നാൽ ശിവബാബയാണ്. ആ ഒന്നിനു ശേഷം ബ്രഹ്മാവ്, പിന്നെ കൃഷ്ണൻ. ശ്രീമദ് കൃഷ്ണൻ്റേത് എന്ന് പറയില്ല. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം നമ്മുടെ ബാബയാണ്. പതീത പാവനൻ എന്ന് കൃഷ്ണനെയോ അഥവാ രാധയെയോ പറയില്ല. അവർ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണ്. മനുഷ്യരെ പതീത പാവനൻ എന്ന് പറയില്ല. സത്യുഗത്തിൽ പതീത പാവന വരൂ എന്ന് പറയില്ല. പതീതരെ പാവനമാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്നിൻ്റെ ശ്രീമത്ത് അനുസരിച്ച് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ മതവും പ്രസിദ്ധമാണ്, ശ്രീമത്തും പ്രസിദ്ധമാണ്. എന്നാൽ അതിൽ തെറ്റുവരുത്തിയിരിക്കുന്നു. അതിൽ ബാബയ്ക്ക് പകരം കൃഷ്ണന്റെ നാമം വെച്ചു. സർവധർമ്മങ്ങളിലുള്ളവരുടെയും ഒരേ ഒരു പിതാവാണ്. കൃഷ്ണനെ എല്ലാവരും അംഗീകരിക്കില്ല. ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിനെ ഫാദറായി അംഗീകരിക്കുന്നു, അല്ലാതെ കൃഷ്ണനെ അല്ല. കാരണം ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിൻ്റെ മുഖവംശാവലിയാണ്. ശിവബാബ വന്ന് നിങ്ങളെ തൻ്റേതാക്കി മാറ്റുന്നു. ശിരസ് ഉള്ളം കയ്യിൽ വെച്ച് ബാബയുടേതായിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കേണ്ടി വരും. ബാബയ്ക്ക് നിങ്ങൾ തൻ്റെ മതം നൽകേണ്ട ആവശ്യമില്ല. ആ ഒന്ന് സ്വയം മതം നൽകുന്നവനാണ്. ഇതെല്ലാം കുട്ടികളാണ്. ശിവബാബ പ്രസിദ്ധമാണ്. ബാബ ഏതൊരു മതം നൽകുമോ, ഏതൊന്ന് ചെയ്യുമോ അത് റൈറ്റാണ്. ഈ ബ്രഹ്മാവിനും ഇത് ചെയ്യൂ എന്ന മതം നൽകുന്നു. നിങ്ങളുടെ കണക്ഷൻ തന്നെ ശിവബാബയുമായാണ്. ആരുടെയും അവഗുണം നോക്കരുത്. ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. ശിവബാബയാണെങ്കിൽ നിരാകാരമാണ്. ഇത് ആ ഒന്നിൻ്റെ വീടല്ല. നിങ്ങൾ ഇവിടെ പഴയ വീട്ടിൽ ഇരിക്കുന്നു, പിന്നെ സ്വർഗത്തിൽ പോയി തൻ്റെ വീട്ടിൽ വസിക്കും. ശിവബാബ പറയുന്നു, ഞാൻ വസിക്കുകയില്ല. ഞാൻ ഈ സമയം അല്പസമയത്തേക്കായി വരുന്നു. നിങ്ങളാണ് സത്യമായ ആത്മീയ സാൽവേഷൻ ആർമി. സുപ്രീം ആത്മാവ് ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി ഡ്രാമ പ്ലാൻ അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ കൽപ്പകൽപ്പങ്ങളായി ഏത് ഡയറക്ഷൻ നൽകിയിട്ടുണ്ടാകുമോ അത് തന്നെ നൽകും. രാപ്പകൽ ഗുഹ്യമായത് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയവർക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ചിലർ 35-40 വർഷം കൊണ്ട് ഇരിക്കുന്നുണ്ടാകും. എന്നാൽ ഈ ഗംഭീര കാര്യങ്ങളെ മനസ്സിലാക്കാത്ത ധാരാളം പേരുണ്ട്. ബാബയാണെങ്കിൽ ദിവസവും പുതിയത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കറാച്ചി മുതൽ മുരളി വരുന്നുണ്ടായിരുന്നു. ആദ്യം ബാബ മുരളി ഉച്ചരിക്കുമായിരുന്നില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് 10-15 പേജ് എഴുതുമായിരുന്നു. ബാബ എഴുതിപ്പിക്കുമായിരുന്നു.
പിന്നെ അതിൻ്റെ കോപ്പികൾ ഇറങ്ങിയിരുന്നു. ഭക്തിമാർഗത്തിലും ശാസ്ത്രത്തിൻ്റെയും മറ്റും കടലാസ് സൂക്ഷിക്കുന്നു. ദിനം പ്രതിദിനം വലിയ വലിയ പുസ്തകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ബയോഗ്രഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവ പിന്നെ പഠിച്ച് സൂക്ഷിക്കുന്നു. നിങ്ങളാണെങ്കിൽ മുരളി പഠിച്ച് വലിച്ചെറിയുന്നു. ഇല്ലെങ്കിൽ ഈ വേർഷൻസ് സദാകാലത്തേക്ക് സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ വേണ്ടതില്ല, ഇതെല്ലാം വിനാശമാകും എന്നറിയാം. ചിത്രങ്ങളും മറ്റും എന്തെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നോ അത് അല്പസമയത്തേക്ക് വേണ്ടിയാണ്. പിന്നെ ഇതെല്ലാം അമർന്നു പോകും. പിന്നെ അവിടെ ശാസ്ത്രങ്ങളോ ചിത്രങ്ങളോ തുടങ്ങിയവ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ എന്തെല്ലാമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത കൽപ്പത്തിലും ഉണ്ടാകും. ശാസ്ത്രങ്ങളും മറ്റും വീണ്ടും ദ്വാപരം മുതൽ ആരംഭിക്കും. ഗ്രന്ഥവും മുൻപ് കൈകൊണ്ടെഴുതിയ വളരെ ചെറിയ ഒന്നായിരുന്നു. ഇപ്പോൾ വലുത് ഉണ്ടാക്കിയിരിക്കുന്നു. ദിനം പ്രതിദിനം വലുത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ശിവ് ബാബയുടെ ജീവിതകഥ എത്ര എഴുതേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പറയുന്നു, പരംപിത പരമാത്മാവിൻ്റെ ജീവിതകഥ നമ്മൾ അറിയുന്നുണ്ട്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ഭക്തി മാർഗത്തിൽ എന്താണ് ചെയ്യുന്നത്? ഭക്തി മാർഗത്തിലും ഇൻഷുറൻസ് ചെയ്യുന്നു. ഈശ്വരാർത്ഥം മനുഷ്യർ ദാനപുണ്യം ചെയ്യുന്നുവല്ലോ. ഇയാൾ ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്തു എന്ന് പറയുന്നു. ഈശ്വരൻ വലിയ വീട്ടിൽ ജന്മം നൽകി. ഭക്തിമാർഗത്തിൽ വളരെയധികം ധർമാത്മാക്കളുണ്ട്. ഈശ്വരാർത്ഥവും ശ്രീകൃഷ്ണന്റെ പേരിലും ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ കുട്ടികൾക്ക് അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്ക് ഫലം നൽകാൻ വന്നിരിക്കുന്നു. നല്ലതോ മോശമോ ആയ ഫലം ലഭിക്കുന്നല്ലോ. എത്ര ഇൻഷുറൻസായി. ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നു. മായ തലകീഴായ കാര്യം ചെയ്യിക്കുന്നു. അതിലൂടെ നിങ്ങൾ ദുഃഖം നേടുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരിക്കലും ദുഃഖം ഉണ്ടാകാത്ത രീതിയിലുള്ള കർമ്മം പഠിപ്പിക്കുകയാണ്. മായയും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ബാക്കിയുള്ളത് പദവിയാണ്. അത് എത്ര ഇൻഷുർ ചെയ്യുന്നോ അതനുസരിച്ച്. ശിവ് ബാബയും ട്രസ്റ്റിയാണല്ലോ. നമ്പർ 1 ട്രസ്റ്റിയാണ്. മറ്റുള്ളവർക്ക് ആസക്തി ഉണ്ടാകും. ചില ട്രസ്റ്റിയാണെങ്കിൽ ചിലരുടേത് ഇല്ലാതാക്കി കളയുന്നു. നോക്കൂ, ബാബ എങ്ങനെയുള്ള ട്രസ്റ്റിയാണ്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ മുഴുവൻ കണക്ഷനും ശിവ് ബാബയുമായാണ്. ബാബ പറയുന്നു, ഞാൻ സത്യമായ ട്രസ്റ്റിയാണ്. ഞാൻ സ്വയം സുഖം എടുക്കുന്നില്ല. കുട്ടികൾക്ക് മുഴുവൻ രാജധാനിയും നൽകുന്നു. ലൗകിക അച്ഛനും കുട്ടികൾക്ക് സർവ്വതും സമ്പത്തായി നൽകിയിട്ട് പോകുന്നു. ഞാനാണെങ്കിൽ സ്വർഗത്ത് യാതൊന്നും സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെയാണ് സർവ്വതും നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ മുഴുവൻ ശിവ് ബാബയുമായാണ്. ഈ ബാബ പറയുന്നു, ഞാനും ഫുൾ ഇൻഷുർ ചെയ്തിരിക്കുന്നു. ശരീരം, മനസ്സ്, ധനം എല്ലാം ബാബയുടെ സർവീസിലാണ്. സിന്ധിയിൽ ഒരു ചൊല്ലുണ്ട്, ആരുടെ കൈയാണോ ഇങ്ങനെ ദാതാവിൻ്റെ രൂപത്തിലുള്ളത് അവരായിരിക്കും ആദ്യത്തെ വിളവെടുക്കുന്നത്. ബാബയ്ക്ക് സർവ്വതും ഇൻഷുർ ചെയ്യണം. 2 പിടി അരി നൽകിയപ്പോൾ കൊട്ടാരം കിട്ടി. ഇപ്പോൾ നോക്കൂ, കെട്ടിടം തയ്യാറായി. ചിലർ 1 രൂപ അയച്ചു. എൻ്റെ ഇഷ്ടികയും ചേർക്കപ്പെടട്ടെ. ബാബ എഴുതി, നിങ്ങൾക്ക് ഏറ്റവും നല്ല കൊട്ടാരം ലഭിക്കും. കാരണം നിങ്ങൾ ദരിദ്രമാണ്. ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രൻ്റെ 1 രൂപ ധനികൻ്റെ 10,000 2 പേർക്കും ഒരേ പദവിയാണ് ലഭിക്കുന്നത്. ധനികർ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരേക്കാളും കന്യകമാരാണെങ്കിൽ തീർത്തും ഫ്രീ ആണ്. മമ്മയെ നോക്കൂ, നമ്പർ 1 ആയി പോയി. മമ്മയുടെ അടുക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ദരിദ്രൻ്റെ വീട്ടിലേതായിരുന്നു. എന്നിട്ടും നമ്പർ 1 ആയി പോയി. ഇദ്ദേഹം സർവ്വതും നൽകി. എന്നിട്ടും ആദ്യം ലക്ഷ്മി, പിന്നെ നാരായണൻ. എത്ര വണ്ടർഫുൾ കളിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു കാര്യത്തിലും സംശയം ഉണ്ടാകുവാൻ പാടില്ല.
ബാബ്ദാദയാകട്ടെ നിസ്സാരമൊന്നുമല്ല. അല്പം പോലും സംശയം ഇതിൽ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. വളരെ മധുരവുമാകണം. ഓരോ ചുവടിലും ശ്രീമത് എടുക്കണം. ഇല്ലെങ്കിൽ മായ വളരെ നഷ്ടമുണ്ടാക്കും. കുട്ടികൾക്ക് എത്ര ഡയറക്ഷൻ നൽകേണ്ടി വരുന്നു. ബാബ പറയുന്നു, മുഴുവൻ സമാചാരവും എഴുതും. ബാബ ഓരോ പ്രകാരത്തിലും സംരക്ഷിക്കും. ബാബയ്ക്ക് വളരെയധികം ചിന്തയുണ്ട്. ഈ കുട്ടി കയറിയെങ്കിൽ പഠനത്തിൽ പൂർണ്ണ അറ്റൻഷൻ വേണം. നമ്മൾ മോസ്റ്റ് ബിലവഡ് ഗോഡ് ഫാദർലി സ്റ്റുഡൻ്റ് ആണ്. ഭഗവാൻ ഉവാച എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൃഷ്ണന്റെ നാമം വച്ചിരിക്കുന്നു. കൃഷ്ണനും എല്ലാ മനുഷ്യരെക്കാളും ഉയർന്നതിലും ഉയർന്നതായല്ലോ. ഫസ്റ്റ് പ്രിൻസ് ആണ്. കൃഷ്ണന്റെ നാമം പറയുന്നു. നാരായണൻ്റേത് എന്തുകൊണ്ട് പറയുന്നില്ല? കൃഷ്ണനാണ് ബാലകൻ. ശൈശവം മുതൽ ബാലകൻ വരെ സദോ പ്രധാനമായിരിക്കും. പിന്നെ കുട്ടിക്കാലത്തിൽ നിന്നും യുവാവ്, പിന്നെ വൃദ്ധാവസ്ഥ വരുന്നു. കുട്ടികളുടെ മഹിമ തന്നെയാണ് ചെയ്യുന്നത്. കാരണം പവിത്രമാണല്ലോ. ബാലകൻ ബ്രഹ്മജ്ഞാനിക്ക് സമാനം എന്ന് പറയുന്നു. കുട്ടികളിൽ നിന്നും ഒരു പാപവും ഉണ്ടാകുന്നില്ല. അപ്പോൾ കൃഷ്ണനും ചെറിയ കുട്ടി ആയത് കാരണം കൃഷ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എങ്കിലും കൃഷ്ണനെ ദ്വാപരയിൽ കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രാഹ്മണരായ നിങ്ങളല്ലാതെ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്ന മറ്റാരും ഈ ലോകത്തിൽ ഉണ്ടാകില്ല. ബ്രാഹ്മണനാണ് ഉത്തമം. ബ്രാഹ്മണനായ നിങ്ങൾ ഈശ്വരീയ സന്താനമാണ്. സത്യയുഗത്തിൽ ഈശ്വരീയ സന്താനം എന്ന് പറയില്ല. ഈശ്വരനിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിന്റെ പ്രാപ്തി ഉണ്ടാകും. ഇതാണ് നിങ്ങളുടെ അതിദുർലഭവും അമൂല്യവുമായ ജീവിതം. എല്ലാവരുടേതും ഉണ്ടാവുകയില്ല. ഈ ഡ്രാമ ഇങ്ങനെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് പഠിച്ചുവോ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ തീർച്ചയായും ഭഗവാൻ ഭഗവതിയെ ജനിപ്പിച്ചു. എന്നാൽ ഭഗവാൻ ഭഗവതി എന്ന് പറയുവാൻ സാധിക്കില്ല. ഗോഡ് ഇസ് വൺ. നിരാകാരന്റെ മഹിമയാണ്. സാകാരത്തിന് മഹിമയൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ഈ ലക്ഷ്മി നാരായണനെ നിരാകാരനാണ് ഇങ്ങനെയാക്കിയത്. ഇപ്പോൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാജധാനി സ്ഥാപിതമായി. അപ്പോൾ ആ സമയം വിനാശവും ഉണ്ടായി. ബാബ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകും. ഇപ്പോഴാണെങ്കിൽ സംഗമത്തിന്റെ കാര്യമാണ്. ശിവ് ബാബ വരുന്നു. അപ്പോൾ കളി പൂർത്തിയാകുന്നു. പിന്നെ കൃഷ്ണന്റെ ജന്മമുണ്ടാകുന്നു. മനുഷ്യരാണെങ്കിൽ പാവങ്ങൾ കുഴങ്ങിപ്പോയിരിക്കുന്നു. അതിനാൽ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. പരമപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സർവശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നു. ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ നോളജ്ഫുൾ ആയിരിക്കുന്നു. ആത്മാവിൻ്റെ തന്നെ മഹിമയാണ്. ജ്ഞാനത്തിൻ്റെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം, ബ്ലിസ്ഫുൾ. ഇത് ബാബയുടെ മഹിമയാണ്. ബാബ പറയുന്നു, ഈ ഭാരതമാണെങ്കിൽ ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. പക്ഷേ കൃഷ്ണന്റെ നാമം വെച്ചതിലൂടെ മുഴുവൻ മഹിമയും മറച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും ശിവന്റെ ക്ഷേത്രത്തിലാണ് പുഷ്പം അർപ്പിക്കുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവ് ആ ഒന്നാണ്. പകുതി കൽപ്പം നിങ്ങൾ പ്രാപ്തി അനുഭവിച്ച് പിന്നെ താഴേക്ക് വരുന്നു. എല്ലാവർക്കും തമോ പ്രധാനം ആവുക തന്നെ വേണം. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ സ്വയം വരുന്നില്ല. സർവ്വതും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. നേരെയുള്ള കാര്യമാണ്. മനുഷ്യരാണെങ്കിൽ തനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നു, ഞാൻ നിഷ്കാമമായി ചെയ്യുന്നു എന്ന്. എന്നാൽ നിഷ്കാമമായി ആർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ഓരോ വസ്തുവിൻ്റെയും ഫലം തീർച്ചയായും ലഭിക്കുന്നു. ഞാനാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വൈകുണ്ഠം കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികൾക്ക് സോവർണിറ്റിയുടെ സുവനിയർ നൽകുന്നു. അപ്പോൾ അത് വാങ്ങുന്നതിനായി ഇങ്ങനെ യോഗ്യരാകേണ്ടതാണ്. സ്വർഗത്തിൻ്റെ അധികാരിയാകണം. ഉള്ളം കൈയിൽ സ്വർഗം ലഭിക്കുന്നു.
സെക്കൻഡിൽ ജീവൻ മുക്തി അഥവാ സെക്കൻഡിൽ ചക്രവർത്തി പദം. ദിവ്യദൃഷ്ടി ദാതാവ് ശിവ് ബാബയാണ്. സെക്കൻഡിൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ബാബയുടെ കൈകളിൽ താക്കോലൊന്നുമില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രാജപദം നൽകുന്നു. ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴാണോ നിങ്ങൾ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നത്, അപ്പോൾ നിങ്ങളെ ദിവ്യദൃഷ്ടിയിലൂടെ സന്തോഷിപ്പിക്കേണ്ടി വരും. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയുള്ള ബാബ കൽപ്പം തോറും കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ ഒരേ ഒരു തവണ വരുന്നു. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഉണ്ടാകുവാനായി ഒന്നുമില്ല. എന്തെല്ലാം സംഭവിക്കുന്നുവോ ഡ്രാമയിൽ അടങ്ങിയതാണ്. അതിനെ സാക്ഷിയായി നോക്കൂ. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഇൻഷുറൻസ് മാഗ്നറ്റാണ്. നിങ്ങളുടെ ഒരു ചില്ലി കാശ് പോലും പാഴാക്കുന്നില്ല. കവടിയിൽ നിന്നും നിങ്ങളെ വജ്രതുല്യമാക്കുന്നു. ഇതെല്ലാം ശിവ് ബാബയാണ് ഇദ്ദേഹത്തിലൂടെ ചെയ്യുന്നത്. കരൺ കരാവൻഹാറാണ്, അതായത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ആ ഒന്ന് നിരാകാരവും നിരഹങ്കാരിയുമാണ്. ഗോഡ് ഫാദർ എങ്ങനെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്? പാദങ്ങളിൽ വീഴൂ എന്ന് പറയുന്നില്ല. ബാബ ഒബീഡിയന്റ് സെർവൻ്റ് ആണ്. ബാബ പറയുന്നു, ആരെയാണോ അധികാരിയാക്കി മാറ്റിയത് അവർ സുഖം അനുഭവിച്ച് ഇപ്പോൾ ദുഃഖിതരായിരിക്കുന്നു. സുഖവും വളരെയധികം ലഭിക്കുന്നു. ഇത്രയും സുഖം ഒരു ധർമ്മത്തിനും ലഭിക്കുന്നില്ല. ഭാരതവാസികൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർ എന്തു ചെയ്തു എന്ന് പറയുവാനാകില്ല. ഇത്രയധികം മനുഷ്യരുണ്ട്, എല്ലാവർക്കും വരാൻ സാധിക്കില്ല. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഭാരതത്തിൽ തന്നെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നത്. ഭഗവാൻ വന്ന് സഹജ രാജയോഗം പഠിപ്പിച്ചിരുന്നു. ബാബ പറയുന്നു, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങളും അറിയുന്നുണ്ട്, 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇത് വളരെ പഴയ വസ്ത്രമായി കഴിഞ്ഞു. സർപ്പത്തിൻ്റെ ഉദാഹരണം. ആത്മാവ് പരമാത്മാവിൽ ലയിക്കും എന്ന് സന്യാസിമാർ പറയും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരുന്നിരുന്ന് പിന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. എന്നാൽ ആരും തന്നെ ബ്രഹ്മത്തിൽ ലീനമാകുന്നില്ല. അവരിലും ചിലരൊക്കെ വളരെയധികം തീവ്രമാണ്. ശാന്തിയിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ വായുമണ്ഡലത്തിൽ 2-3 ദിവസം വരെയും നിശബ്ദത ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ അടുക്കൽ പോവുകയാണ്. ബ്രഹ്മം ബാബയല്ല, ഇത് ആ പാവങ്ങളുടെ ഭ്രമമാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ ഡ്രാമയിലെ ഓരോ സീനും സാക്ഷിയായി നോക്കണം. കാരണം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിലും സംശയം ഉയർത്തരുത്. ബാബ ഇൻഷുറൻസ് മാഗ്നറ്റ് ആണ്. അതിനാൽ ശരീരം, മനസ്സ്, ധനം ബാബയുടെ സർവീസിൽ സഫലമാക്കി തൻ്റെ ഭാവിയെ ഉണ്ടാക്കണം. ബാബയോട് പരിപൂർണ കണക്ഷൻ വയ്ക്കണം. മുഴുവൻ സമാചാരവും നൽകണം. വരദാനം: മർജീവ സ്ഥിതിയിലൂടെ ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അവിനാശി സ്റ്റാമ്പ് പതിപ്പിക്കുന്ന പ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ. ആരാണോ പ്രാപ്തികളാൽ സമ്പന്നമായിരിക്കുന്നത് അവരുടെ ഓരോ പെരുമാറ്റത്തിലൂടെയും നയനഭാവങ്ങളിലൂടെയും ഉന്മേഷവും ഉത്സാഹവും കാണപ്പെടുന്നു. എന്നാൽ ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അവിനാശി മുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ കഴിഞ്ഞ കാലത്തിലെ അഥവാ ഈശ്വരീയ മര്യാദകൾക്ക് വിപരീതമായ സംസ്കാരം, സ്വഭാവം, സങ്കല്പം അഥവാ കർമ്മം ഏതെല്ലാമുണ്ടോ അവയിൽ നിന്നും മർജീവ ആകൂ.
പ്രതിജ്ഞയാകുന്ന സ്വിച്ച് സെറ്റ് ചെയ്ത് പ്രാക്ടിക്കലിൽ പ്രതിജ്ഞയനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ധൈര്യത്തോടൊപ്പം ഉത്സാഹവും ഉണ്ടായിരിക്കുമെങ്കിൽ പ്രാപ്തിയുടെ തിളക്കം അകലെ നിന്നു തന്നെ കാണപ്പെടും. സ്ലോഗൻ: മേളകളിലോ, അതായത് ആഘോഷങ്ങളിലോ കുഴപ്പങ്ങളിലോ ഡബിൾ ലൈറ്റ് ആയിരിക്കുന്നവർ തന്നെയാണ് ധാരണാമൂർത്തി. അവ്യക്ത സൂചന: സദാ ഹർഷിതമായി ഇരിക്കുന്നതിനായി തൻ്റെ നേച്ചർ സരളമാക്കൂ, സഹനശീലരാകൂ. താങ്കളുടെ ഓരോ സങ്കല്പത്തിലും ഓരോ വാക്കിലും വിശേഷത ഉണ്ടായിരിക്കട്ടെ. സദാ സരള സ്വഭാവം, സരള വാക്കുകൾ, സരളതാ സമ്പന്നമായ കർമ്മം ഉണ്ടാകണം. ഇപ്രകാരം സരള സ്വരൂപം ആകൂ. സദാ ഒന്നിൻ്റെ മതത്തിൽ ഒന്നുമായി സർവസംബന്ധം, ഒന്നിൽ നിന്നും സർവപ്രാപ്തികൾ. ഇങ്ങനെ ഒന്നിലൂടെ സദാ ഏകരസമായി ഇരിക്കുന്നതിൻ്റെ സഹജ അഭ്യാസി ആയി ഇരിക്കൂ. സദാ സന്തോഷമായിരിക്കൂ. സന്തോഷത്തിൻ്റെ ഖജനാവുകൾ പങ്കുവയ്ക്കൂ. സന്തോഷത്തിൻ്റെ അലകൾ സർവരിലും വ്യാപിപ്പിക്കൂ. ഇതുതന്നെയാണ് സത്യമായ സേവനം. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ
ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.